സഭയാണ് ഈ സഭ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ബീഹാറിൽ വന്ന പ്രിയ ജോൺ ഐസക് പാസ്റ്റർ കുടുംബവും അതുപോലെ ഏലിയസ് പാസ്റ്റർ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ നന്ദി പറയുന്നു. പെട്ടെന്ന് നമ്മുടെ ചിന്തയെ റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. മതി, സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ലജ്ജയില്ലാതെ ആരാ ഉള്ളത്? എല്ലാവർക്കും ലജ്ജയുണ്ട്. നാണമില്ലാതെ ആരാ ഒരാളുടെ മുമ്പ് പോകുന്നത്? നിന്ദിക്കുകയാണെങ്കിൽ, പരിഹസിക്കുകയാണെങ്കിൽ, ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് മാറിപ്പോകാനാണ് ശ്രമിക്കുന്നത്. പൗലോസ് ഇത് പറയുമ്പോൾ താൻ ലജ്ജിതനാകാഞ്ഞിട്ടല്ല ഈ പറയുന്നത്. താൻ തനിക്ക് വേണ്ടി, തന്റെ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി അല്ല താൻ ലജ്ജിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ സുവിശേഷ നിമിത്തം താൻ ലജ്ജിക്കപ്പെട്ടു. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ എല്ലാവരും മാനസാന്തരപ്പെടുവിൻ. യേശു അത് തന്നെ പ്രസംഗിച്ചു തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ വീണ്ടും ശക്തിയോടുകൂടെ കുറച്ചുകൂടെ കഠിനപ്പെടുത്തുകയാണ് വാക്ക്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പിൻ. സുവിശേഷത്തിന് മാത്രമേ ജനത്തെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ് വെളിച്ചത്തിലേക്ക് വഴി നയിക്കുന്നത്. സുവിശേഷമാണ് വ്യക്തികളെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക്കുന്നത്. സുവിശേഷമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. സുവിശേഷമാണ് അവൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നത്. ആ സുവിശേഷം യേശുവാണ്. യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ ഇതാ ന്യൂ ടെസ്റ്റമെന്റ് സഭയെ കുറിച്ച് പറയുകയാണ്. ന്യൂ ടെസ്റ്റമെന്റ് സഭയ്ക്ക് ഒരു കർത്തവ്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ജനം വന്നു, യാഗം അർപ്പിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, പാപപരിഹാരം പ്രാപിച്ച് മടങ്ങിപ്പോയി. യെരൂശലേം ദൈവാലയത്തിലും അത് തന്നെയാണ്. അവർ വന്നു, യാഗം കഴിച്ചു, അവരവരുടെ സന്തോഷം, പാപമോചനം പ്രാപിച്ച് അവരവരുടെ കൂടാരങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റ് സഭയുടെ ഉത്തരവാദിത്വം അതല്ല. ന്യൂ ടെസ്റ്റമെന്റ് സഭയുടെ ഉത്തരവാദിത്വം അവർ ഒരുമിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ദൈവസഭയിൽ കൂടി വന്നു, ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു. ആ ആചരിച്ച സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം. യെരൂശലേം ദൈവസഭയിൽ, യെരൂശലേം ചർച്ചിൽ, അവിടെ ദൈവമക്കൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പാപികളായിരിക്കുന്ന മനുഷ്യർ മാനസാന്തരപ്പെട്ട് ദൈവസഭയിൽ പ്രതിദിനം എണ്ണം വർദ്ധിച്ചുകൊണ്ട് വരുന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ പാസ്റ്ററിന്റെ റോൾ അല്ല അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നയിക്കാൻ പാസ്റ്റർ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ഉണ്ട്. എന്നാൽ അവിടുത്തെ ഒരു പ്രധാന പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും ദൈവത്തിന്റെ, യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുവാൻ ആഹ്വാനം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ യൗവനക്കാർ എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും യൗവനക്കാർ യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് ദൈവസഭയിൽ പ്രവർത്തിക്കേണ്ടത്. ഇന്നും ഈ ആരാധനയിലും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ അത്യന്ത ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇതാ സഭ ചെയ്യുമ്പോൾ, സഭ ആ ദൗത്യം ഏറ്റെടുത്ത് ഈ പൗലോസിനെയും ബർന്നബാസിനെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുകയാണ്. അയക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണമെന്നില്ല. എല്ലാവരും സ്വീകരിക്കത്തില്ല. എല്ലാവരും സ്വീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടാൽ അവർ രണ്ട് കരവും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങും. രണ്ട് കരവും നീട്ടി സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം കഴിഞ്ഞില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന
ഉണ്ടാക്കുന്നവർ അവിടെയുമുണ്ട്. ഇവിടെ ഇതാ പൗലോസ് ഫിലിപ്പിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു, തെസ്സലോനിക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു, ബെറോബയിൽ നിന്ന് ഒളിച്ച് നാട് കടത്തപ്പെട്ടു, അഥേനയിൽ പരിഹസിക്കപ്പെട്ടു, ഇവിടെയൊക്കെ ഒറ്റപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം തല്ലുകൊള്ളേണ്ടി വന്നു. പക്ഷെ അവിടെയൊക്കെ നിന്നത് ചാകാനെങ്കിൽ ചാകാൻ തയ്യാറായി, മരിക്കാനെങ്കിൽ മരിക്കാം, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെയാ പൗലോസ് പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അഥേനയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. നമുക്ക് എടുക്കാം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം. ആസ്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, എന്നാൽ പരിശുദ്ധാത്മാവ് വിലക്കി. എന്നാൽ ബഥൂനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, അവിടെയും ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവ് വിലക്കി. സുവിശേഷം എല്ലായിടവും ആവശ്യമാണ്. സുവിശേഷം എല്ലാവരും വിശ്വസിക്കണം. യേശു ക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷനാണ്. പക്ഷെ യേശുവിന്റെ ആത്മാവ് തന്നെ ബഥൂനിയയിലേക്ക് പോകുന്നത്, ആസ്യയിലേക്ക് പോകുന്നത് വിലക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷം വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. സുവിശേഷം ആവശ്യമാണ്. എന്നാൽ ഹൃദയം തുറന്നിരിക്കുന്ന ചിലർ മറ്റൊരിടത്തുണ്ട്, ആവശ്യത്തോടു കൂടി ഇരിക്കുന്ന ചിലർ മറ്റൊരിടത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റിയെ യേശു അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ ഇതാ അന്ന് രാത്രിയിൽ ഈ പൗലോസ് കിടന്നിറങ്ങുമ്പോൾ ദർശനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുകയാണ്. മാസിഡോണിയയിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ. സുവിശേഷം എന്നത് ഒരു ഇൻവിറ്റേഷൻ ആണ്. സുവിശേഷം എന്നത് സഹായിക്കലാണ്. അവിടെ വിളിച്ചു പറയുന്നു, എന്നെ സഹായിക്ക, എന്നെ സഹായിക്ക, എന്നെ സഹായിക്ക. ദ മാസിഡോണിയൻ കോൾ. ആ ദൗത്യം ഏറ്റെടുത്ത് പൗലോസ് അതിരാവിലെ എഴുന്നേറ്റ് ഇതാ ഫിലിപ്പിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വിലക്കിയതിന്റെ അർത്ഥം സുവിശേഷം വേണ്ടെന്നല്ല, എന്നാൽ യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ദൈവം പൗലോസിനെ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തെ യേശു തന്റെ രാജ്യത്തിലേക്ക് നേടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത് നിസ്സാരരായി എന്തെങ്കിലും പ്രാർത്ഥിച്ച് കൈയടിച്ച് പോകുക എന്നുള്ളതല്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് ജീർണതയുണ്ടാകും, ദുഗന്ധം വമിക്കും. എന്നാൽ വെള്ളം ഒഴുകുവാൻ തുടങ്ങിയാൽ പുതിയ സ്രോതസ് വരും. സഭ അതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലല്ല, നീരുറവയായി പുറത്തു വന്ന് ദേശത്തിലേക്ക് ഒഴുകുന്ന ഒരു ഉറവയായി മാറണം. ദൈവസഭ അയക്കുന്ന സഭയായി മാറണം. അപ്പോൾ ദൈവസഭയിൽ ജനം കൂടി വരണമെങ്കിൽ ദൈവസഭയ്ക്കകത്തൊരു ഉണർവുണ്ടാകണം. എങ്ങനെ ഉണർവുണ്ടാകുന്നത്? അന്യഭാഷയുടെ ഉണർവല്ല. ഇവിടെ ഉണർവെന്ന് പറയുന്നത് ആത്മാക്കളുടെ വിടുതലാണ്, പാപികളുടെ മാനസാന്തരമാണ്, പിന്മാറ്റക്കാരുടെ മടങ്ങിവരവാണ്, യൗവനക്കാർ സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ സഭയിൽ നിന്ന് അനേക സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇതാ ഫിലിപ്പിയിലേക്ക് പോകുക. പുഴവക്കത്ത് നിന്ന് സംസാരിച്ചാൽ എന്നാ, മരത്തിന്റെ കീഴിൽ നിന്ന് കേട്ടാൽ എന്നാ, എവിടെ എന്നുള്ളതൊരു വിഷയമല്ല. പക്ഷെ ലുദിയുടെ ഹൃദയം തുറന്നാൽ മതി. സുവിശേഷത്തിന് ഹൃദയത്തെ തുറക്കാൻ കഴിയും. ഇതൊരു മതപരിവർത്തനമല്ല, മതം മാറ്റമല്ല, മനസ്സിന്റെ മാറ്റമായി ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ഹൃദയത്തിന് മാറ്റമുണ്ടായി പാപത്തെ ഉപേക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. അവിടത്തെ ആ ഒരു ദൈവിക വിടുതൽ സുവിശേഷം ദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സുവിശേഷം ശക്തിയോടെ വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ ബാല്യക്കാരത്തിയായ വെളിച്ചപ്പാടത്തി പലതും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ഗ്രാമക്കാർക്ക് മനസ്സിലാക്കിയ ആ സഹോദരി ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൗഖ്യം പ്രാപിക്കുക. സൗഖ്യമായത് കാരണം പൗലോസിന് കിടക്കേണ്ടി വന്നത് ജയില. അതാണ് പറഞ്ഞത്, ഫിലിപ്പിയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ ജയിലിൽ കിടക്കുമ്പോഴും പ്രിയ സാറ് നേരത്തെ സംസാരിച്ചതുപോലെ ആ
കൂടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കല്ലറകൾ തകരപ്പെടാൻ തുടങ്ങി. അതവിടെ കിടക്കുന്ന ജയിലാളികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിരുന്നില്ല. പിന്നെയോ ഞാനാണ് യഥാർത്ഥ ദൈവമെന്ന് കുറ്റവാളികളായി കിടക്കുന്നവർക്കൊരു മാനസാന്തരത്തിന് കാരണമാകാനാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. പൗലോസിനെ പുറത്തു കൊണ്ടുവന്നത് അതിന് ഒരു ദൈവം വിടുവിച്ചു എന്നുള്ള ഒരൊറ്റ സാക്ഷ്യത്തിന് വേണ്ടിയല്ല. ജീവനുള്ള ദൈവം ഇന്നും ഇപ്പോഴും ജീവിക്കുന്നു എന്ന് ജനം മനസ്സിലാക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിനും ആവശ്യം നമ്മുടെ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് സകലരും ഒരുപോലെ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഫിലിപ്പിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തത് തെസ്സലോനിക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. തെസ്സലോനിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തു തന്നെ യേശു, യേശു തന്നെ ക്രിസ്തു, മശിഹ എന്ന് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് യഹൂദന്മാർ പറയുന്ന മശിഹ തന്നെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ മിനക്കെട്ട് നടക്കുന്ന, എപ്പോഴും അതാ, ഒരു പണിയും ഇല്ലാത്തവരാ പ്രശ്നക്കാർ, ഒരു പണിയും ഒരു തൊഴിലും ഇല്ലാത്തവരാ പ്രശ്നക്കാർ. അവൻ ഇവിടെയും ഇതാ വിഷയം. മിനക്കെട്ട് നടക്കുന്നവരെന്ന് എഴുതിയിരിക്കുന്നത്. മിനക്കെട്ട് നടക്കുന്നവരെ കൂടെ യഹൂദന്മാർ കൂട്ടി ഈ പൗലോസിനും ശീലാസിനും എതിരെ പോരിന് വന്നു. യാരോസ് എന്നവന്റെ വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് ഇവനെ പിടിച്ച് വിചാരണ ചെയ്യാമെന്ന് കരുതി. പക്ഷെ അദ്ദേഹം ആ വീട്ടിലില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിച്ചാൽ മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. മനുഷ്യൻ പലതും കാൽക്കുലേറ്റ് ചെയ്യും, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അതിനപ്പുറമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാതെ നമ്മുടെ ശിരസിലെ രോമം നിലത്ത് വീഴത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, കലകളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടെ നിന്ന് വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ പറഞ്ഞു വിടുക. ഏകദേശം 80 കിലോമീറ്ററോളം പോയി. അടുത്ത ബെറോവയിൽ പോയി സംസാരിച്ചു. 80 കിലോമീറ്ററോളം പോയി അവിടുത്തെ വിശ്വാസികൾ യാത്ര അയച്ചു. അപ്പോൾ ബെറോവയിൽ പോയി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ എന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ ബെറോവയിലുള്ള ഉത്തമന്മാരായിരുന്നു അവർ. അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച് അവർ ദൈവവചനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവർ വിശ്വാസത്തിൽ വളരാൻ തുടങ്ങി. യഹൂദന്മാർ അനേകർ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെ സഭ വളരാൻ തുടങ്ങിയപ്പോൾ ജനം അറിയാൻ തുടങ്ങി. പഴയ ഇടത്തെ ആൾക്കാർ അറിഞ്ഞു അമ്മിനക്കെട്ട് നടക്കുന്നവർ ഇവിടെയുമാണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ളത് ആവശ്യം. എല്ലായിടും ഇങ്ങനെ ഉണ്ട്. ഞാൻ പട്ടിപ്പുല്ല് തിന്നത്തുമില്ല, പശുവിനോട്ട് തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ സന്തോഷം അനുഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവ മെനക്കെട്ട് നടക്കുന്നവർ വീണ്ടും ഇവിടെയും വന്നു. എന്തിനാ? ഇവർക്ക് ഒരു ദോഷവും ചെയ്തില്ല. പക്ഷേ അങ്ങനെ ഈ ജനം വിടുതൽ പ്രാപിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യർ നല്ലവരായിരിക്കാം, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. മനുഷ്യരാരും മോശക്കാരല്ല. തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്തകൾ കുത്തിവെക്കുന്നത് ദേശാധിപതി ശക്തിയാണ്. നമ്മൾ അവനെ ജയിക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ദുഷ്ട വ്യാപാരമേ, നിന്നെ എന്റെ മേലോ എന്റെ തലമുറയുടെ മേലോ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് അധികാരത്തോടെ നമ്മൾ കൽപ്പിക്കുമ്പോൾ ദുഷ്ട വ്യാപാരത്തിന്റെ ശക്തികൾ നമ്മുടെ ബിസിനസിന്റെ മേല്, നമ്മുടെ ജോലിയുടെ മേല്, നമ്മുടെ ഉയർച്ചയുടെ മേല്, നമ്മുടെ തലമുറയുടെ മേല് അടുക്കാൻ കഴിയാതെ വണ്ണം ഒരു ദൈവിക ശക്തിയായി വെളിപ്പെടും. എരിഹോ മതിലുകൾ തകർന്നു വീഴും, ഇരുമ്പോടാമ്പലുകൾ തകർന്നു വീഴും. എവിടെ വീഴും? ദൈവശക്തി വെളിപ്പെടുമ്പോൾ, അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു, അതിലെ നിവാസികളും യഹോവയ്ക്കുള്ള തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള തന്നെ.
കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ എല്ലാം നിന്ദിക്കപ്പെടുമ്പോൾ ഫെറോവയിൽ ഉൾപ്പെടെ നീ അടുത്ത് അഥേനയിൽ വരുമ്പോഴും അവിടെയും ഇത് തന്നെയാണ്. സ്റ്റോയിക്കുകാരുണ്ട്, എപ്പിക്കുരിനസുകാരുണ്ട്. അവർക്ക് എപ്പിക്കുരിനസുകാർക്ക് തിന്നുക കുടിക്കുക ആണ് കേറ്റ് ഡ്രിങ്കൻ മറി. തിന്നുക കുടിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം. പിന്നെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ഒരു മാറ്റർ അല്ല. അപ്പോൾ ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മറി. സ്റ്റോയിക്കാരുണ്ട്, പുനരുത്ഥാനത്തെ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ അവിടുത്തെ ഒരു കവി വര്യന്മാരുടെ കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഫിലോസഫി അറിയാമെന്നുള്ള അവരുടെ ഇടയിൽ പോയി സംസാരിക്കുമ്പോൾ അവരെല്ലാം കളിയാക്കാൻ തുടങ്ങി. ഒരു പുനരുത്ഥാനവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു, യേശുവിനെയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു, കളിയാക്കാൻ തുടങ്ങി. അന്നേരം പൗലോസിനെ ദൈവം ഒന്ന് കാണിച്ചു. എന്തെന്നറിയാമോ? വേറൊരു കല്ല്. ഞങ്ങൾ കൈതീനര ഗ്രാമത്തിൽ സാധാരണ പോകുമ്പോൾ അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഒരു കല്ലിന്റെ മേളിൽ കാലെടുത്ത് ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ സാറേ കാലെടുക്കണേ, അത് ഞങ്ങളുടെ ദേവനാണ്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴെവിടെ നിന്നാ വന്നേ? അത് റെയിൽവേ പണിതുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവിടെ ഇവിടുത്തെ ഗ്രാമക്കാർ പോയപ്പോഴത്തെ നല്ല കല്ല് കണ്ടു, കാണാൻ ഭംഗിയാന്ന് തോന്നി. അതിനെ എടുത്തുകൊണ്ട് വന്നു, ഇപ്പോൾ പൂജിച്ച് അത് കല്ലിപ്പോ ദേവനായി കഴിഞ്ഞു, ഇനി കല്ല് കാല് വെക്കരുത്. അപ്പോൾ പൗലോസിനെ ദൈവം ഇങ്ങനെ കാണിച്ചു, നീ അങ്ങോട്ടൊന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ, സുവിശേഷം പറയുവാൻ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ പരിഹസിക്കപ്പെട്ടേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം. തക്ക സമയത്ത് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും, ചിലതിനെയൊക്കെ കാണിക്കും. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം പറയണമെങ്കിൽ ഒന്ന്, ലജ്ജ പാടില്ല, രണ്ട്, ഭയം പാടില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സുവിശേഷം പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സ്കിൻ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു, സ്കിൻ രജിസ്റ്റേർഡ് ആയിരുന്നു. ഇപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള എന്റെ വിഷയമല്ല, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതായിരുന്നു വിഷയം. സുവിശേഷ വേലയ്ക്ക് ഇത് തന്നെയാണ് ആവശ്യം. എന്താണെന്നറിയാമോ? ജനം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ളതല്ല വിഷയം, എന്നെ അയച്ച ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എന്തെന്നറിയാമോ? സുവിശേഷം അറിയിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇതാ 1 കൊരിന്ത്യർക്കെതിരെ 9:16 പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞാല് അത് നിർബന്ധത്താൽ ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത വാക്യം നിർബന്ധത്താൽ. ഞാനത് മനഃപൂർവം, അവിടെയാണ് അതിന്റെ പോയിന്റ്, അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാനത് മനഃപൂർവം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. എന്ന് പറഞ്ഞാൽ മോളെ കെട്ടിക്കാനുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാനുണ്ട്, മോർഗേജ്, പല പല കാരണങ്ങളും നമുക്ക് പറയാനുണ്ട്. യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചത് മിസ്രൈമിൽ പോയി സുഖിച്ച് ജീവിക്കാനല്ല. പിന്നെയോ, ഇതാ ക്ഷാമകാലം വരുന്നുണ്ട്, നിന്റെ തലമുറയെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയും? ഇവിടെ ഇതാ ദോതാനിലേക്ക് പോകാം. അതായത് യോസഫ് അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ ഒരു അപരിചിതൻ ഇങ്ങനെ ചോദിച്ചു, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴത്തേക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അവൻ അപരിചിതൻ പറഞ്ഞത്, അവർ ദോതാനിലേക്ക് പോക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ കേട്ട ഒരു വാർത്ത പറഞ്ഞപ്പോൾ, he is the right person at the right place with the right purpose. അവൻ ആ ഒരു വേർഡ് പറഞ്ഞത് ഒരു ട്രൈബിന്റെ ചരിത്രം മാറിയെങ്കിൽ എന്ത് പറയുമെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ദാവീദ് രാജാവ് ആകുന്നതിന് 16 വയസ്സുള്ളപ്പോൾ അവൻ ഗോലിയാത്തിന് മുന്നേ എഴുന്നേറ്റ് നിന്നത് അവന് കഴിയുമായിരുന്നിട്ടല്ല. പിന്നെയോ ദൈവവചനം നശിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ അകത്തെ തീ കത്തുവാൻ തുടങ്ങി. ഇന്ന് പകലിൽ ഓർക്കുക ദൈവമക്കളെ, നമ്മൾ ധൈര്യപൂർവ്വം നിൽക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് ഞാൻ മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ പ്രതിഫലമുണ്ട്. എങ്ങനെയാ നടത്തുന്നത് എന്നടുത്ത് ഞാൻ അടുത്തത് നമ്മുടെ 10 മിനിറ്റ് പിന്നീടുള്ള സമയം തരുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാ നടത്തുന്നത് എന്ന്. പറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് സുവിശേഷം പറയുക, ട്രാക്ട് കൊടുക്കുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഇൻ കേസ് പോകാൻ കഴിയുന്നില്ല എങ്കിൽ യെരുശലേം സഭ ചെയ്തതുപോലെ സെൻഡ്. യൗവനക്കാർ പോകാൻ തയ്യാറായി നിൽക്കുന്നു, അയക്കാം, നമുക്കും പോകാം. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദം എത്ര മനോഹരം. നമ്മുടെ പാദം ഇങ്ങനെയുള്ള ദേശങ്ങളിൽ ചവിട്ടാം. യേശുവിൻ്റെതായി തീരട്ടെ. ഒറ്റ മിനിറ്റ് കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു യൗവനക്കാരനെ സുവിശേഷകനെ